ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പലർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? അവരതിനുള്ള കർമ്മ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, മെജീഷ്യൻ, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 10 of swords, knight of wands, 3 of wands, knight of cups, devil, hanged man, 5 of pentacles, 9 of pentacles, 8 of swords, 8 of wands, the emperor. ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് എടുത്തതെങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇപ്പോൾ ചിലവരോട് ഇമോഷൻസിനാണോ പ്രാധാന്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പണം മതി എന്ന് പറയുന്നവരായിരിക്കും. അവർ ലവ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിന് സെക്കൻഡ് പ്ലേസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്ന. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞു പോകും. അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗോൾ എന്ന് പറയുന്നതൊക്കെ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ സ്വന്തമാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നേടുക, കരിയറിൽ ചിലപ്പോൾ ഒരു ഹൈ ലെവലിൽ എത്തുക, ഒരുപാട് പണം സമ്പാദിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ അവർ വളരെ ഡീപ്പായി പോയി കഴിഞ്ഞാലും ഇവരുടെ ഈ ഒരു നേച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെയുള്ള അമിതമായിട്ടുള്ള താല്പര്യം കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഇമോഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തൊക്കെ ഒരേപോലെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ളൊരു താല്പര്യത്തിനാണ് അവർ അമിത പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതായിരിക്കും അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് ആഹ് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാം. മാത്രമല്ല ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. എൻജോയ് ചെയ്ത് നടക്കുക ഇൻ ദ സെൻസ് ചിലവരുടെ ലൈഫിൽ അവർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരും ചിലപ്പോൾ അവരുടെ കാര്യങ്ങളിൽ കൈകടത്തുന്നത് ഇഷ്ടമുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് അനുഭവിക്കണം എന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വലിയൊരു സ്റ്റാറായിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഷൈനിങ് എനർജി ആയിട്ട് നിൽക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും അവർ എല്ലാ തരത്തിലും നമ്മളുടെ ഈ ലോകത്തുള്ള സുഖലോലുപതകൾ അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ കൂടിയായിരിക്കണം ഈ വ്യക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു ഫസ്റ്റ് റോയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളും വിചാരിച്ചതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ
അപ്പോൾ ചിലർക്കൊരു കാര്യം അവർ മനസ്സിനകത്തൊരു എയിമുണ്ട്. അപ്പോൾ അത് സാധിച്ചു വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമല്ല, എൻ്റെ കൈകളിലാണ്, എനിക്കെല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും, ഞാനാണ് എൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ അവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ കോട്ടം തട്ടിയിട്ട് ഉള്ളതായിട്ട് തന്നെ നമുക്കവിടെ കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാസ്റ്റർ ആവാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തും എൻ്റെ കൈപ്പടിയിലാണ് എന്നുള്ളൊരു ഭാവത്തിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ അവിടെ അവർക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടതായിട്ട് തന്നെ നമുക്ക് കാണാം. ആ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈലി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, അവിടെ നിന്ന് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അവർ വിചാരിച്ച പ്ലാനിംഗ് ഒന്നും നടന്നിട്ടില്ല. എല്ലാത്തിനും വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു അടി ഈ ഒരു പേഴ്സണ് കിട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ ഒരു വ്യക്തി അതിനകത്ത് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലാനിങ് മുഴുവൻ താഴെ പോയതുകൊണ്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും ഒരുപാട് അനുഭവിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ അവർ വളരെ വിശ്വസിച്ച് ആരെങ്കിലുമൊക്കെ തന്നെ അവരെ ചതിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഒരു പേഴ്സൻ്റെ നേച്ചർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മുഖസ്തുതിയിലൊക്കെ വീണ് പോകാൻ വളരെ ടെൻഡൻസി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം, സന്തോഷമായിരിക്കണം. ആ ഒരു പ്രൈസിങ്ങിലൊക്കെ അവർ ചിലപ്പോൾ അന്ധമായിട്ട് വിശ്വസിച്ചെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ഒരു ചതി അല്ലെങ്കിൽ ആ ഒരു ബിട്രേയിങ് എനർജിയൊക്കെ നമുക്കവിടെ കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം അത്രയും ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിനൊക്കെ അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്കാണ് ഇതുപോലെയുള്ള ഒരു തകർച്ച നേരിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതവരെ ഒരുപാട് വേദനിപ്പിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അങ്ങനെയുള്ളൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതുപോലെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ മുന്നോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഒക്കെ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. എത്രയൊക്കെ തകർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും എണീക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. കാര്യങ്ങൾ വീണ്ടും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ തകർച്ചയിലൊന്നും ഞാൻ വീഴില്ല എന്നുള്ള രീതിയിൽ എണീറ്റ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും സ്റ്റക്കാവുന്ന എനർജീസ് നമുക്ക് നന്നായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് അവരുടെ തന്നെ ഒരു അൺഹെൽത്തി പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ലൂപ്പിനകത്ത് പെട്ടുപോയിരിക്കുന്ന ആ ഒരു അവസ്ഥ പോലെയാണ് ആ ഒരു പേഴ്സണ് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകുന്നത്. അതായത് നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണോടത്ത് നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷെ നമുക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മൾ വീണ്ടും വീണ്ടും വീണു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഉയരാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു പഴയ എനർജിയും കാര്യങ്ങളും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പേഴ്സൺ തന്നെ അവരുടെ ലൈഫിൽ വരുത്തി വെച്ചിട്ടുള്ള ഒന്നായിരിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു തകർച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു എടുത്തുചാട്ടം കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അന്ധമായിട്ട് ആരെങ്കിലും വിശ്വസിച്ചത് വഴിയോ ഒക്കെ അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്നത് പോലെ സ്വയം ഉണ്ടാക്കിയിട്ട് അവർക്ക് വന്നു ചേർന്ന ബുദ്ധിമുട്ടുകളായിരിക്കണം അവരുടെ ലൈഫിൽ. അത് അവർക്ക് തന്നെ വിനയായി തീരുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അത് അവരെ വീണ്ടും ഒരു ചിന്താക്കുഴപ്പത്തിലാക്കുന്നു, അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു രീതിയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ ഇതിന് മുൻപൊക്കെ നമുക്ക് തകർച്ചയും കാര്യങ്ങളും വരുമ്പോൾ നമ്മളതിൽ നിന്ന് കരകയറി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ പാസ്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. അവരുടെ ഒരു വിൽ പവർ കൊണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. വീണ്ടും കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്ത് അവരുടെ ഇഷ്ടത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടാവാം. പക്ഷേ ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ അതൊക്കെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. നമുക്ക് പാസ്റ്റിലുള്ളത് പോലെയല്ല നമ്മൾ വിചാരിക്കുന്ന ഒന്നും നടക്കാതെ വരുന്നു. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും സെയിം എവിടെയാണോ ആദ്യം ഉണ്ടായിരുന്നത് അവിടെ തന്നെ ചെന്ന് എത്തിച്ചേരുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഒരു വ്യക്തിയെ തകർക്കാൻ അത് ഭയങ്കരമായിട്ടുള്ളൊരു റീസണായിട്ട് മാറാൻ ഒരു 100% ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയും ഇത് അനുഭവിച്ചതായിട്ട് തന്നെ കാണാം. അവർ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഔട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ്. അവരെ സഹായിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്തും നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളൊരു പേഴ്സൺ. ഒരുപാട് പേര് ഇവർ അഡ്മയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കുറച്ചൊരു ഈഗോയും കോൺഫിഡൻസ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ഇവരുടെ പത്തി താത്തി കൊടുത്തു എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ആകെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആകെ ഒരു സ്റ്റക്നെസ്സിൽ
പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ട്രാപ്പിലാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് ശരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഒരു മെന്റലി അവർക്ക് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതായത് അവരുടെ മാനസികമായിട്ട് പോലും അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ധൈര്യമില്ലായ്മയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരൊരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒട്ടും അവർക്ക് കഴിയുന്നില്ല. അവരവിടെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു സ്റ്റക്നെസ് നല്ലതുപോലെ കാണാൻ കഴിയുന്നൊരു എനർജിയാണ്. സോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആരുടെ ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തി ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ കയ്യിലുള്ളതും കൂടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാകുമ്പോൾ തീർത്തും നമ്മളിവിടെ കണ്ടതുപോലെ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ചിലപ്പോൾ പലരുടെയും ഒരു ട്രൂ കളേഴ്സൊക്കെ ആ പേഴ്സൺ അറിയാൻ പറ്റിയിട്ടുള്ള ഒരു സമയമായിരിക്കണം ഇത്. അപ്പോൾ നമ്മൾ സിറ്റുവേഷനാണ് നോക്കുന്നതെങ്കിൽ കൂടിയും അവിടെയും പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ കർമ്മ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ, ഏത് സാഹചര്യത്തിലൂടെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹൈ സ്പീഡിൽ കർമാസ് തിരിച്ചടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്കിത് കാണാം. നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് പോലെ പണ്ടൊക്കെ പിന്നെ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ കൂടെ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൻ്റെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ശരിക്ക് റിയൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് ജീവിതം എന്താണ് എന്നുള്ളൊരു കാര്യം. അവർ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് അവരെ മനസ്സിലാക്കിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് കർമ്മ എൻഡായി എന്നുള്ളതല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിൽ തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ റൂൾസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ കാണാം. അതും നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് തിരിച്ചടിക്കുക എന്ന് പറയില്ല, അത് വളരെ ഫാസ്റ്റായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പെട്ടെന്നൊന്ന് ആലോചിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് ഷിഫ്റ്റ് ചെയ്യാനോ പോലും സമയം കിട്ടുന്നതിന് മുൻപ് പല പല കാര്യങ്ങളായിട്ട് അവരുടെ ലൈഫിൽ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ആ ഒരു അൾട്ടിമേറ്റ് പവർ, അല്ലെങ്കിൽ നമ്മളുടെ കൈകളിലല്ല, നമ്മളല്ല നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ മാത്രമായിരിക്കണം എന്നില്ല. അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലുമൊക്കെ അവർ തക്കതായിട്ടുള്ള രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു തിരിച്ചടി അവർ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണത്. അത് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവർക്കൊന്നും മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. അതിവേഗം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാനസികമായിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഒരു പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്, സ്റ്റക്നെസ് അനുഭവിക്കുന്നുണ്ട്. മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണിത്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ആ യൂണിവേഴ്സിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പവർ എന്താണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്, അവർ നന്നായിട്ട് കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണിതെന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു സ്പ്രെഡ് പോലെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളൊരു മനോഭാവം എന്താണെന്നുള്ളത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ഒപ്പം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാവാം. ചിലർക്ക് അങ്ങനെയല്ല, അകന്ന് മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. ചിലർക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് അതിനായിട്ടൊന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു സ്പ്രെഡ് എങ്ങനെയാണെന്നുള്ളത് കൂടി അറിയാൻ ശ്രമിക്കാം. ജസ്റ്റിസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ഫൂൾ. നമുക്കിവിടെ കൂടുതൽ കാർഡ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എനർജി ആയിട്ടുള്ള ജസ്റ്റിസ് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയുടെ കാര്യമാണ് നമ്മൾ നേരത്തെ നോക്കിയത്. അവരുടെ ലൈഫിൽ നിരന്തരമായിട്ടുള്ള തിരിച്ചടികൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ജസ്റ്റിസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിനെ കുറിച്ച് അവർ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അതിലവർക്ക് നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയുന്നത്
നിങ്ങളുടെ ഒരു ശാപമാണോ അവരിപ്പോൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളോട് ചെയ്ത കാര്യത്തിലുള്ള കുറ്റമാണോ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആ വ്യക്തിക്ക് തന്നെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് എനർജീസ് നോക്കിക്കഴിഞ്ഞാലും കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ഒപ്പം ചേർക്കാനായിട്ട്, അവരുടെ ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവാനായിട്ട് അവർ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പുറകെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു തെളിവ്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പറഞ്ഞ് തിരുത്താനായിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു മെഡിസിനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് അവർക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചു. ആ ഒരു സമയത്ത് നമുക്കതിൽ പ്രത്യേകിച്ച് കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, അതിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ലൈഫാണെന്നൊക്കെ വിചാരിച്ച് പോവുമായിരിക്കും. വലിയ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു തിരിച്ചടി കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു തിരിച്ചടി വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ചെയ്തതുപോലെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ആരെയാണ് വേദനിപ്പിച്ചത്, എത്രത്തോളം ഞാൻ അവർക്ക് പെയിൻ കൊടുത്തു എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ നമുക്ക് തോന്നും അവരോടൊരു ക്ഷമാപണം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അവരെ നമ്മുടെ ലൈഫിലേക്ക് കൂട്ടിയാലോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും എൻ്റെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ എൻ്റെ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് പറയില്ല ഒരു പരിഹാരമാവും എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ളൊരവസ്ഥയാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം എന്നുള്ള രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് ഒരു ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നത് പോലെ അവർ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നോ കോൺടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ്. കാരണം നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിക്ക് ഇവിടെ അത്രയും പ്രസക്തിയില്ല. അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ജസ്റ്റിസ് എനർജി പോലെ നിങ്ങളോട് ചെയ്തതിൻ്റെ ഒരു കൂലിയാണോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവരോട് ഞാൻ നീതിപൂർവ്വം അല്ല പെരുമാറിയത്, അതിൻ്റെ ഒരു ശാപമാണോ എന്നൊക്കെയുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. മാത്രമല്ല, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഏത് തരത്തിലാണ് ബുദ്ധിമുട്ടിച്ചതെന്നുള്ളത് നമുക്കിപ്പോൾ അതെടുത്ത് നോക്കാത്തതുകൊണ്ട് അറിയില്ല. എങ്കിലും നിങ്ങളുടെ ഒരു കണ്ണീരൊക്കെ കണ്ടിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇപ്പം ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ മറ്റൊരാൾക്ക് നീതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ എനിക്ക് ദൈവവും ആ നീതി തരാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ചില മനസ്സിലാക്കലുകൾ നമ്മളുടെ ലൈഫിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു വീഴ്ച പറ്റുമ്പോഴായിരിക്കും നമ്മളത് തിരിഞ്ഞു നോക്കുക എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് നമുക്കൊന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഉയരത്തിൽ പോകുന്തോറും അവിടുത്തെ ഒരു വീഴ്ചയേക്കാളും നല്ലത് കുറച്ചൊരു ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരാളെ വേദനിപ്പിച്ചു, അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെ നമുക്കും അതിൻ്റെ ഒരു തിരിച്ചടി പതിയെ കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ മുകളിൽ പോയിട്ട് തെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ കുറച്ച് കുറയും. ആ വീഴ്ചയുടെ ആഘാതം ചിലപ്പോൾ കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വരുന്ന കാര്യം ഇതാണ്. അത് നമുക്ക് അത്രത്തോളം എവിഡൻ്റ് ആയിട്ട് കാണാം. അതുപോലെ ചിലരുണ്ട്, നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയായിരിക്കാം. നമുക്കൊരുപാട് താങ്ങാനാവാത്തതിലധികം പ്രഷർ തന്നിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവാം. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളങ്ങോട്ട് പ്രാകുന്നു, അല്ലെങ്കിൽ അവർ നശിച്ചു പോട്ടെ എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ കമൻസിൽ പോലും കാണാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ഒരു പാപകർമ്മം കുറച്ച് നമ്മളും കൂടി ഏറ്റെടുക്കുകയാണ്. കാരണം നമ്മളവരെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തെറ്റ് ക്ഷമിക്കുന്നു. നമ്മളതിൻ്റെ കാര്യം മനസ്സിലാക്കുന്നു. എന്നെ വേദനിപ്പിച്ചതിൽ എനിക്കും ഒരു പങ്കുണ്ട്. നമ്മൾ പണ്ടുള്ളവർ പറയുന്ന പോലെ എന്നെ ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ചതിക്കാനായിട്ട് ഞാനും കൂടി നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. എൻ്റെ ഒരു അന്ധമായിട്ടുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള വിശ്വാസം കൊണ്ടാണ് ആ ചതി പറ്റാനുള്ള ഒരു ഇടയായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളുടെ മിസ്റ്റേക്കും ഉണ്ട്. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ നമുക്കുള്ള നീതി നേടിത്തരും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളായിട്ട് അതിനകത്ത് കൂടുതൽ പ്രാകാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ശപിക്കാനോ അതിൻ്റെ ഒരു പങ്ക് നമ്മൾ ഏറ്റെടുക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഭാഗം ജെനുവിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യൂണിവേഴ്സിനോട്, ആ ശക്തിയോട് നമ്മളത് പറയുക. നമുക്ക് അർഹമാകുന്ന നീതി മേടിച്ചു തരാനായിട്ട് പറയുക എന്നുള്ളതിനപ്പുറമായിട്ട് അത് നമ്മളായിട്ട് കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകും. പക്ഷേ അത് ആ ഒരു ശക്തി കൊടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ തോതിൽ കൊടുത്തോളും എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയൊക്കെ കമൻസിലൊക്കെ എഴുതുന്നതായിട്ട് കാണാറുണ്ട്. ശപിക്കുക, പ്രാവുക, നശിച്ചു പോട്ടെ എന്ന് പറയുക. അപ്പോൾ അത് അവിടെ നമ്മളൊരു കമൻറ്റിൽ പോലും അങ്ങനെ റിട്ടേൺ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ എനർജി കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അതിലാണ് നമ്മൾ പറയുന്നത് നശിച്ചു പോട്ടെ നമ്മൾ എഴുതുവാണ്. അപ്പോൾ അത് നമ്മളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇവിടെ കൂടുതലും റെസൊനേറ്റ് ആവുന്നത് കറൻ്റ്ലി നോ കോൺടാക്റ്റിലൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കണം. മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ആയിരിക്കും ഇത് കൂടുതലും റെസൊനേറ്റ് ആവുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പേഴ്സൺ എനർജിയൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞതാണ്. അവരുടെ ഒരു ക്യാരക്ടർ അനലൈസിങ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. ചിലർക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനി ലൈഫിൽ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ വേദനിപ്പിച്ചാണ് ഇനി എനിക്ക് അവർ വേണ്ട, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായാലും വേണ്ടാന്ന് പറയുന്നവരുണ്ട്. ചിലർ അങ്ങനെയല്ല, ആ ഒരു വ്യക്തി നല്ലൊരു മാറ്റത്തോടെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.